അപ്പോൾ നമ്മൾ ഇന്നൊരു 1 kg ഹണി ഹോർലിക്സിൻ്റെ കേക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൂക്കം വന്ന് നിങ്ങൾ നോക്കിക്കോട്ടാ. അപ്പോൾ കസ്റ്റമർ നമ്മൾ അടിപൊളിയായിട്ട് നല്ല റിച്ച് ആയിട്ട് തന്നെ ചെയ്തേക്കണം എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് നമ്മളിതാ ക്രീമിലേക്ക് നമ്മൾ നട്ട്സ് നല്ല രീതിയിൽ ആഡാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 7 ഇഞ്ചിൽ 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ട് 4 ലെയറും ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹണിയും പാലും ക്രീമും നട്ട്സും അങ്ങനെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പഞ്ച് നമ്മൾ ആ മിൽക്ക് കൊണ്ട് വെറ്റ് ചെയ്യുവാണ്. അതിനുശേഷം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ നേരെ ഹണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നല്ല രീതിയിൽ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ക്രീമിലും കൂടി നട്ട്സ് നല്ല രീതിയിൽ ആഡാക്കിയേക്കുന്നത് കൊണ്ടും അതിൻ്റെ പുറത്ത് നമ്മൾ വീണ്ടും കൊണ്ടുവന്ന് നമ്മൾ നട്ട്സ് ഇടുമ്പോഴും ഈ ഒരു ഹോർലിക്സിൻ്റെ പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്കും എന്താ ഒരു ടേസ്റ്റ് എന്നറിയാവോ? അടിപൊളി കേക്കാണ്, ഒന്നും പറയാനായിട്ടില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ലെയർ വരുമ്പോൾ നമ്മൾ ഇതേപോലെ നട്ട്സൊക്കെ കുറേ ഇട്ടിട്ട് ആ ഒരു ലെയർ കൊണ്ടേ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെയർ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല, അത് പൊളിഞ്ഞു പോകും. അത് പലരുടെയും പരാതിയായിട്ടുള്ളതും അറിയില്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഇതേപോലെ ക്രീം ഇട്ട് സ്പ്രെഡ് ആക്കിയതിന് ശേഷമാണ് മുകളിലത്തെ സ്പഞ്ച് ഇങ്ങനെ വെച്ചിട്ട് നല്ല രീതിയിൽ ആ മുകളിലത്തെ സ്പഞ്ച് എല്ലാ സ്പഞ്ചും ഇതേപോലെ നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഐസിങ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ലെയറിങ് വിട്ടുപോരും. നമ്മുടെ 1 kg കേക്ക് നമ്മൾ ക്രം കോട്ട് മാത്രം ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ കേക്കിൻ്റെ തൂക്കം എത്രയാണെന്ന് നോക്കിക്കേ. ഇതാണ് നമ്മൾ ഹോം മെയ്ഡായിട്ട് കൊടുക്കുന്ന കേക്കുകൾ. എന്നിട്ട് നമ്മുടെ അടുത്ത് ചില കസ്റ്റമർ റേറ്റിൻ്റെ പ്രശ്നങ്ങൾ പറയും. പക്ഷെ നല്ല നല്ല കസ്റ്റമറും ഉണ്ട് കേട്ടോ. നമുക്ക് അതിലൊരു കസ്റ്റമറുടെ കേക്കാണ് ഈ കാണുന്നത്.